നല്ലൊരു ഫീലാണ്. കരയാതെ സ്ക്രീനിൽ ഇറങ്ങാൻ പറ്റില്ല. അടിപൊളി സിനിമ. നല്ല മൂവി, നല്ല ഫാമിലി ഡ്രാമ. നല്ല ഗംഭീരമായിട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഒരു ചിത്രം ഇത്ര പൂർണ്ണമാവില്ല എന്ന് തന്നെ പറയും. കാരണം അവരുടെ അഭിനയം നമ്മളെല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. അവരുടെ ചിത്രങ്ങൾ വിരലിലെണ്ണാവുന്ന രീതിയിലാണ് ഇറങ്ങുന്നത്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിൽ സ്ഥാനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു ചിത്രം വന്ന് കാണാനുള്ള ഒരു അവസരമാണ് ഉള്ളൊഴുക്ക്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നല്ല പടം. ഒരുപാട് നാൾ ശേഷമാണ് ഇങ്ങനെ പടം കാണാം. വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. ഇത് ഫുൾ സിനിമ മുഴുവൻ കണ്ട് ജഡ്ജ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിയാൽ നമുക്ക് തോന്നും പാടുകൾ ചെയ്ത് തെറ്റാന്ന് തോന്നും. സെക്കൻഡ് ഹാഫ് കാണുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറയാം. എല്ലാം കൊണ്ടാണ് ഒരു കിരീടം പോലെ ഭരതം പോലെ ഫിലിം. അങ്ങനെ ഫിലിം അടുത്തത് ഉണ്ടായിട്ട് കുറേ നാളായി. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു പടവും രണ്ടാമത് കാണാൻ തോന്നുന്നു. ഈ പടം എത്ര കണ്ടാലും മതിയാവും. നല്ല ജീവിതാനുഭവമുള്ള ഫിലിമാണ്. പിന്നെ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പാർവതി രൂപത്തായാലും ഉപേക്ഷിച്ച് രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇത് ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് പാർവതി കഥാപാത്രം ചെയ്ത് തെറ്റാൻ തോന്നി. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ മനസ്സിലായ അതിന് കാരണവും. പടം മുഴുവനായിട്ട് കാണുക. നല്ലൊരു ഫിലിമാണ്. നമ്മൾ കിരീടോ ഭരതമോ കാണുന്ന പോലെ വാത്സല്യം അങ്ങനത്തെ ഒരു മൂവിയാണ്. അങ്ങനത്തെ സിനിമ മലയാള സിനിമ ഉണ്ടായിട്ട് കുറേ നാളെ. ഇപ്പോൾ അടുത്ത കാലത്ത് പല സിനിമയും രണ്ടാമത് കാണാൻ തോന്നിയിട്ടില്ല. ഈ പടം എത്ര കണ്ടാലും മതിയാവില്ല. പാർവതി തിരുവോത്തും ഉർവശി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡും ഒരുപാട് നന്നായിട്ട് ഓടാൻ സാധ്യതയുള്ള ഫിലിമാണ്. ഒരുപാട് നാൾ ശേഷം സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണണം. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. എക്സ്പെഷ്യലി ഫാമിലീസ് വന്ന് കാണേണ്ട മൂവിയാണ്. ശശീൻ്റെ മ്യൂസിക്, പാർവതി, ഉർവശേജി കോംബോ ഒരു രക്ഷയില്ല. അവരുടെ രണ്ടുപേരും അഭിനയം എങ്ങനെയുണ്ട്? ഇവരുടെ അഭിനയം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നും പറയാൻ അസാധ്യം.